വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. കഥ കേൾക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താളം ഭാഗം 54. മാലപ്പടക്കത്തിന് തീ കൊളുത്തിയിട്ട് സേതു തിരികെ വന്ന് വരാന്തയിലേക്ക് ഇരിക്കുമ്പോൾ വൃശ്ചികയും അർജുനും കൂടി പൂത്തിരികൾ കത്തിക്കുകയായിരുന്നു. കുരവയിടുന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് പൂത്തിരികൾ മുകളിലേക്ക് കത്തി ഉയരവേ ചെറിയമ്മായി അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. നിനക്ക് പോയി അവൻ ഒന്ന് വിളിച്ചോണ്ട് വന്നൂടെ? വിഷുവായിട്ടിങ്ങനെ അവൻ മാത്രം മുറി അടച്ചിട്ടിരുന്ന എങ്ങനെയാ? ചെറിയമ്മായിയുടെ ചോദ്യം കേട്ട് സേതു തിരിഞ്ഞു നോക്കി. അച്ഛൻ ചാരുകസേരയിൽ ഇരുന്ന് എല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. വല്യമ്മയും ചെറിയമ്മാവനും അരമതിൽ ഇരിക്കുന്നുണ്ട്. പ്രജിത്തിനെ ആ കൂട്ടത്തിൽ കാണാതിരുന്നപ്പോ കാര്യം മനസ്സിലായെങ്കിലും സേതു ചോദിച്ചു, പ്രജിത്തിന്റെ കാര്യമാണോ ചെറിയമ്മായി പറയുന്നേ? പിന്നല്ലാതെ. അവന് കൊതിക്കറുവാ ചെറിയമ്മായി. നല്ലൊരു കൊച്ചിനെ കൈവിട്ടു പോയതിന്റെ മാത്രമല്ല, അവൾക്കിപ്പോ കൈ നിറയെ സ്വത്തുക്കളായതിന്റെ ചെറിയൊരു കൃമികടി, അത്രേ ഉള്ളൂ. ഒന്ന് പോടാ. ചെറിയമ്മായി വേദനിപ്പിക്കാതെ അവനെ കിള്ളി. അവൻ ഒരു തെറ്റ് പറ്റി എന്ന് കരുതി നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? എന്താ അമ്മായിയും മരുമോനും തമ്മിലൊരു ചർച്ച? അവരുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് വൃശ്ചിക ചോദിച്ചു. നിന്റെ കൊച്ചേട്ടനെ കാണാഞ്ഞിട്ടേ ചെറിയമ്മായിക്കൊരു വിഷമം. വൃശ്ചികയുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു. ചെറിയമ്മായിക്ക് വേറെ പണിയൊന്നുമില്ലേ? പ്രജിത്തേട്ടന്റെ കാര്യം പറഞ്ഞ് നന്ദേട്ടനെ കളിയാക്കിയപ്പോ എന്റെ തൊല്ലി ഉരിഞ്ഞു പോയി. ആങ്ങളമാരുടെ മക്കളോടുള്ള സ്നേഹത്തിന് വേർതിരിവുകൾ കാണാത്ത ചെറിയമ്മായിക്ക് അവൾ പറഞ്ഞതത്ര പിടിച്ചില്ല. ഓ, നിനക്കൊരു ഭർത്താവിനെ കിട്ടുമെന്നായപ്പോ നിന്റെ ഏട്ടനെ വേണ്ടതായോടി. അതുമാത്രമല്ല, ആ രമേശൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്കിയായിരുന്നോ? എന്റെ ചെറിയമ്മായി വേണ്ടാതായതുകൊണ്ട് പറഞ്ഞതല്ല. ചെറിയമ്മായി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അങ്ങേരുടെ കയ്യിലിരിപ്പോണ്ട് പറ്റിയതല്ലേ, അത് അനുഭവിച്ചല്ലേ തീരൂ. ഇല്ലേ റോസ് ഇപ്പൊ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ? അതോടെ ചോദ്യം റോസിനെ കുറിച്ചായി. അവൾ അമ്മ വീട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് നിന്നെ വിളിച്ചായിരുന്നോ? വൈകുന്നേരം വിളിച്ചായിരുന്നു. മനസ്സിനുള്ളിലെ കാര്യം അവതരിപ്പിക്കാൻ ഒരവസരം കൂടി കിട്ടിയ ആഹ്ലാദത്തോടെ അവൾ സേതുവിനെ ഒളികണ്ടിട്ട് നോക്കി. അർജുൻ അടുത്ത മാലപ്പടക്കത്തിന് തീ കൊടുക്കാൻ പോകുന്നതും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവൻ. അമ്മച്ചിയുടെ വീടും വീട്ടുകാരും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും അവൾക്ക് ആ പഴയ ഉത്സാഹമൊന്നുമില്ലെന്നേ. അതെന്തു പറ്റി? ചോദ്യം സേതുവിൽ നിന്നുമായിരുന്നു. അവൾ ഉത്സാഹത്തോടെ അവന് നേരെ തിരിഞ്ഞു. ആ ചോരെഴുത്ത് തന്നെ പ്രശ്നം. കുഴപ്പമൊന്നുമില്ലെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ വല്ലാത്ത വിഷമമുണ്ട്. അവള് കാരണം സേതുവേട്ടനൊരു ചീത്തപ്പേരുണ്ടായല്ലോ എന്ന് ഓർത്തിട്ടാ. അതിന് അവളെന്തിനെങ്ങനെ വിഷമിക്കുന്നേ? അവൾ അങ്ങനെയാ സേതുവേട്ട. കൂടെ നിൽക്കുന്നവർക്ക് എന്തേലും പ്രശ്നമുണ്ടായാൽ പിന്നെ അത് അവളുടെ പ്രശ്നമായിട്ട് അവൾ കരുതൂ. എന്നാലും നമ്മൾ കാരണം ആ കൊച്ചിനൊരു പേരുദോഷം ഉണ്ടായതേ മോശമായി പോയി. ചെറിയമ്മായി ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? വേണമെങ്കിൽ അവളുടെ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാം എന്നാണോ സേതു ഞാൻ പറഞ്ഞതിനർത്ഥം? ചെറിയമ്മായി അവനെ കുറ്റപ്പെടുത്തും വിധം നോക്കി. ഭാര്യയെടുത്തുകാരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. അതെല്ലാവർക്കും ബാധകമാ. പറഞ്ഞതിനൊപ്പം അവൻ തിരിഞ്ഞ് വല്യമ്മയെ നോക്കി. അവരുടെ മുഖം കുരിഞ്ഞുപോയി. പറഞ്ഞതൽപ്പം കൂടിപ്പോയെന്ന് തോന്നിയെങ്കിലും തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ലോ സംഭവിച്ചത്. അവളെ സഹായിക്കാൻ പോകാതിരിക്കരുതെന്ന് നിങ്ങളും പറയുന്നു. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നീ അവളെ കെട്ടണം. അത്രയും നേരം എല്ലാം കേട്ടുകൊണ്ട് നിശബ്ദനായിരുന്ന ശങ്കരന്മാരാരുടേതായിരുന്നു ആ വാക്കുകൾ. അതിന് മറുപടി പറയാൻ സേതു തുനിയവേ അവനെ നിശബ്ദനാക്കിക്കൊണ്ട് അർജുൻ കൊളുത്തിയ മാലപ്പടക്കം പൊട്ടാൻ തുടങ്ങി. മാലപ്പടക്കങ്ങളുടെ ശബ്ദകോലാഹലം നിലച്ചതും സേതുവിനെ പറയാൻ അനുവദിക്കാതെ ശങ്കരന്മാരാർ തുടർന്നു. നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നതാണെന്നും അവളെ നിനക്ക് ഇന്നേ വരെ മറക്കാൻ സാധിച്ചിട്ടില്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. പക്ഷെ അതേ സമയം തന്നെ ഇപ്പോ നീ കാരണം പേരുദോഷം ഉണ്ടായ മറ്റൊരു പെൺകുട്ടി അങ്ങേ വശത്ത് നിൽപ്പുണ്ട്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. നിശബ്ദനായി പോയ സേതു ചിന്താഭാരത്തോടെ തലകുനിക്കുമ്പോ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യസമയത്ത് അവതരിപ്പിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തോടെ വൃശ്ചിക എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, അർജുനേട്ടാ, ഇനിയുള്ള പൂത്തിരികളൊക്കെ ഞാൻ കത്തിക്കാം. വെളുപ്പിനെ ആരോ കുലുക്കി വിളിച്ചപ്പോഴാണ് റോസ് കണ്ണുകൾ തുറന്നത്. പക്ഷെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആരോ കൈകൾ കൊണ്ട് കണ്ണുകൾ മൂടിയിരിക്കുകയാണ്.
കണ്ണ് തുറക്കണ്ട മോളെ, ഞാനാ. വല്യമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് തലേ ദിവസം കണി കാണുന്നതിനെ കുറിച്ച് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് വല്യമ്മയുടെ കയ്യും പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. എങ്ങും തട്ടാതെ സാവിത്രി വല്യമ്മായി അവളെ മുന്നോട്ട് കൊണ്ടുപോയി. ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഗന്ധം നാസികയെ പൊതിഞ്ഞപ്പോ കണ്ണുകളെ മൂടിയിരുന്ന കൈകളും അകന്നു മാറി. 5 തിരികളിട്ട് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കാണ് ആദ്യം റോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനു പിന്നിലായി മനോഹരമായി ഒരുക്കി നിർത്തിയിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം. ആ വിഗ്രഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടുരുളിയിൽ നിരത്തി വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ അവരുടെ കണ്ണുകൾ പതിഞ്ഞു. അരി, നെല്ല്, അലക്കിയ മുണ്ട്, സ്വർണമാല, വാൽക്കണ്ണാടി, കണിവെള്ളരി, കണിക്കൊന്ന, വെറ്റില, അടക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, മാമ്പഴം, പഴുത്ത ചക്ക, പഴം, നാളികേരപ്പാതി. ഇവയെല്ലാം നോക്കിക്കാണവേ പിന്നിൽ നിന്നും വല്യമ്മയുടെ ശബ്ദം കേട്ടു. തൊഴുത് പ്രാർത്ഥിച്ചോളൂ മോളെ. കൈ കൂപ്പി നിൽക്കുമ്പോൾ ഓർമ്മ വന്നത് അമ്മച്ചിയായിരുന്നു. വല്യേട്ടനും കുഞ്ഞേട്ടനുമൊപ്പം കണി കാണാറുള്ള കാര്യത്തെപ്പറ്റി അമ്മച്ചി പറയാറുള്ളത് ഓർക്കുകയായിരുന്നു അവൾ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോൾ കണ്ടു ചുറ്റിനും നിൽക്കുന്നവരെ. കൂട്ടത്തിൽ ജെസ്സി മാത്രമില്ല. ജെസ്സിയെ വിളിച്ചില്ലായിരുന്നോ? തിരിഞ്ഞ് വല്യമ്മയോട് ചോദിച്ചപ്പോ ആ മുഖം ചുളിയുന്നത് അവൾ കണ്ടു. ഓ, ആ കൊച്ചിനെ വിളിക്കണോ? ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവൾക്ക് ഇഷ്ടപ്പെടും വല്യമ്മായി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വല്യമ്മയുടെ താല്പര്യമില്ലാത്ത കാണാത്ത മട്ടിൽ അവൾ അകത്തേക്ക് നടന്നു. കണി കണ്ടതിന് ശേഷം എല്ലാവരും ചേർന്ന് അവശേഷിച്ചിരുന്ന പടക്കങ്ങളെല്ലാം പൊട്ടിച്ചു തീർത്തുകൊണ്ട് നേരം വെളുപ്പിച്ചു. കുളി കഴിഞ്ഞ് പുതുവസ്ത്രം ധരിച്ചു വന്നപ്പോ വല്യമ്മാവനാണ് ആദ്യം എല്ലാവർക്കും വിഷുക്കൈനീട്ടം നൽകിയത്. പുറകെ ബാക്കിയുള്ളവരും വിഷുക്കൈനീട്ടം നൽകി. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ജെസിക്കും റോസിനും മൃദുലയ്ക്കും എല്ലാവരിൽ നിന്നും കൈനീട്ടം കിട്ടി. അക്കുവിന് അവരും കൂടി ചേർന്നാണ് നൽകിയത്. സദ്യ തയ്യാറാക്കാൻ റോസിനൊപ്പം ജെസിയും കൂടി. വല്യമ്മായി അവരോട് ചെറിയൊരു അകൽച്ച കാണിച്ചെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഒരുപോലെയാണ് പെരുമാറിയത്. സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രഘുനന്ദനാണ് ഉച്ചയ്ക്ക് ശേഷം ബോട്ടിങ്ങിന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ വർഷം മുതൽ ചേറ്റുവ തടാകത്തിൽ പുതുശ്ശേരിക്കാരുടെ ഹൗസ് ബോട്ട് ഓടുന്നുണ്ടെന്ന് വല്യമ്മാവൻ റോസിന് പറഞ്ഞു കൊടുത്തു. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം വെയിലൊന്ന് ആറിയപ്പോഴാണ് അവർ തടാകക്കരയിലേക്ക് യാത്ര തിരിച്ചത്. വല്യമ്മാവനും വല്യമ്മായിയും ചെറിയമ്മാവനും ഒക്കെ ഒഴിഞ്ഞു നിന്നപ്പോ പാമച്ചെറിയമ്മായി അവർക്കൊപ്പം കൂടി. വൈകുന്നേരം കഴിക്കാനുള്ള പലഹാരങ്ങളും എടുത്തുകൊണ്ടാണ് അവർ യാത്ര പുറപ്പെട്ടത്. തറവാട്ടിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തടാകക്കരയിലേക്കുള്ള യാത്ര. വലിയൊരു കെട്ടുവള്ളത്തിന്റെ മുകളിൽ 2 നിലയായി പണിതിരിക്കുന്ന ഹൗസ് ബോട്ട് റോസും ജെസിയും ആദ്യമായി കാണുകയായിരുന്നു. അവരത് കൗതുകത്തോടെ നോക്കി കാണുന്നതിനിടയിൽ രഘുനന്ദനും ശിവനന്ദനും നിവിനും ചേർന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ അത്രയും അതിനകത്തേക്ക് എടുത്തു വെച്ചു. കരയിൽ നിന്നും ബോട്ടിലേക്ക് ഇട്ടിരുന്ന തടിപ്പാലത്തിലൂടെ ഓരോരുത്തരായി അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോ സ്രാങ്ക് ബോട്ട് മുന്നോട്ടെടുത്തു. 3 വശവും പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറുവാണിയൂരിൽ ജീവിക്കുന്ന റോസിന് പോലും ആ ഹൗസ് ബോട്ടിലെ യാത്ര കൗതുകമുണർത്തി. ഇനി അങ്ങോട്ടുള്ള നാളുകളിലെ ഇത് നല്ലൊരു ബിസിനസ് ആയിരിക്കും. ഇവിടത്തെ ആളുകളൊക്കെ എത്രയോ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചിലരൊക്കെ 3-4 ദിവസത്തേക്ക് വരെ ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാറുണ്ട്. നല്ല കാശും കിട്ടും. മുകൾ തട്ടിൽ നിന്നുകൊണ്ട് റോസിനോട് ആ ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു രഘു. കുറച്ചപ്പുറം മാറി നിവിനും ലക്ഷ്മിയും പാമച്ചെറിയമ്മായും നിൽപ്പുണ്ട്. ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന അക്കുവിന് അങ്ങേക്കടവിൽ ആളുകൾ മീൻ പിടിക്കാനിരിക്കുന്നത് കാട്ടിക്കൊടുക്കുകയായിരുന്നു അവർ. ജെസി ശിവനും മൃദുലയ്ക്കുമൊപ്പം താഴത്തെ തട്ടിലായിരുന്നു. ഹായ് റോസേച്ചി. താഴെ നിന്നും ജെസി വിളിച്ചത് കേട്ട് ബോട്ടിന്റെ വശങ്ങളിൽ പിടിപ്പിച്ചിരുന്ന ഗ്രില്ലിൽ പിടിച്ചുകൊണ്ട് അവൾ താഴേക്ക് എത്തി നോക്കി. താഴെ ബോട്ടിന്റെ പടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ജെസി മുകളിലേക്ക് നോക്കി കൈ ഉയർത്തി വീശുകയാണ്. ഡി പെണ്ണെ, അകത്തേക്ക് കയറിപ്പോയി, കാലെങ്ങാനും തെറ്റിയാലുണ്ടല്ലോ. റോസ് അവളെ വഴക്കു പറഞ്ഞു. ഏയ്, ഞാൻ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞത് മുഴുമിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ബോട്ടിൽ നിന്നുമുള്ള പിടിവിട്ട് ഒരു കരച്ചിലൂടെ അവൾ വെള്ളത്തിലേക്ക് വീഴുന്നതും ബോട്ട് ഉയർത്തിയ അലകളിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നതും കണ്ട് റോസ് സ്തംഭിച്ചു നിന്നുപോയി. ഒരു നിമിഷത്തെ പകപ്പിനൊടുവിൽ അവൾ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ചു. കയ്യിലൊരു പിടി വീണു. രഘു ആയിരുന്നു അത്. ചാടല്ലേ, അവിടത്തെ പുഴ പോലെ അല്ലേത്, ഇവിടെ നല്ല അടിയൊഴുക്കുള്ളതാ. താഴെ നിന്നും ആരൊക്കെയോ പുഴയിലേക്ക് ചാടുന്ന ശബ്ദം. പേടിക്കണ്ട, ശിവനും ശ്രാമും ചാടിയിട്ടുണ്ട്. നിവിൻ വിളിച്ചു പറയുന്നത് കേട്ടു. കൈകാലുകൾ തളർന്നുപോയ റോസ് താഴേക്ക് ഇരുന്നു പോയി. ഭയവും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ബോട്ടിന്റെ വശങ്ങളിൽ പിടിപ്പിച്ചിരുന്ന റീലിംഗിലേക്ക് ചാടിക്കയറിയ രഘുനന്ദൻ അവിടെ നിന്നും പുഴയിലേക്ക് കുതിച്ചു ചാടുന്നത് ആ കണ്ണുനീരിന്റെ ഇടയിൽ കൂടി അവൾ കണ്ടു. കിട്ടി കിട്ടി, ആളെ കിട്ടി.
ലക്ഷ്മിയിടത്തെ വിളിച്ചു പറയുന്നത് കേട്ടാണ് റോസ് സ്വബോധത്തിലേക്ക് തിരികെ എത്തിയത്. അവൾ ചാടി എഴുന്നേറ്റു. ആ സമയം അവിടെ ലക്ഷ്മിയിടത്തിയെയും ഏടത്തിയുടെ കയ്യിലിരുന്ന അക്കുവിനെയും മാത്രമാണ് അവൾ കണ്ടത്. ബോട്ടിന്റെ കൈവരിയിൽ പിടിച്ച് അവൾ താഴേക്ക് നോക്കി. നനഞ്ഞു കുതിർന്ന ജെസ്സിയെയും തോളിലിട്ട് ബോട്ടിന്റെ സൈഡിൽ പിടിച്ച് തുഴഞ്ഞു നിൽക്കുന്ന ശിവനന്ദൻ. ജെസ്സിയുടെ കാലുകളിൽ പകുതിയും വെള്ളത്തിന് കീഴിലാണ്. നനഞ്ഞു തൂങ്ങിക്കിടക്കുന്ന മുടിയിഴകൾ വെള്ളത്തിൽ ഇഴയുന്നു. അവർ കപ്പുറവും ഇപ്പുറവുമായിട്ട് രഘുവും ബോട്ടിന്റെ സ്രാങ്കും നീന്തി നിൽക്കുന്നുണ്ട്. ബോട്ടിനകത്തു നിന്നും 2 കൈകൾ നീണ്ടുവന്ന് ജെസ്സിയെ പിടിച്ച് ബോട്ടിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് റോസ് താഴേക്ക് ഓടി ഇറങ്ങിയത്. പിന്നാലെ ലക്ഷ്മിയിടത്തെയും വരുന്നുണ്ടായിരുന്നു. ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ എല്ലാവരും വട്ടം കൂടി നിൽപ്പുണ്ട്. അവരെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ കടന്നു ചെന്നു. ബോട്ടിന്റെ തറയിൽ മലർന്നു കിടന്നിരുന്ന ജെസ്സിക്ക് അപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. വെള്ളം ഇറ്റി വീഴുന്ന ദേഹവുമായി അവൾക്കുമേലെ കുനിഞ്ഞിരിക്കുകയായിരുന്ന ശിവന്റെ വാക്കുകൾ അവളുടെ ഇടനെഞ്ചിൽ തറഞ്ഞു കയറി. ശ്വാസമില്ല. ജെസ്സിക്കരികിലേക്ക് ഊർന്നു വീഴാൻ പോയവളെ രഘു പിന്നിൽ നിന്നും ചേർത്തു പിടിച്ചു. അവന്റെ നനഞ്ഞ ദേഹം അവളുടെ മേലെ കൊട്ടി. താഴേക്ക് വീഴാതെ അവൻ അവളെ ശ്രദ്ധയോടെ നിലത്തേക്ക് ഇരുത്തുമ്പോൾ നിവിനേട്ടൻ വിരലുകൾ നീട്ടി ജെസ്സിയുടെ ശ്വാസം പരിശോധിക്കുന്നതും ചുറ്റിനും നിൽക്കുന്നവർ എന്തൊക്കെയോ പറയുന്നതും ഒരു സ്വപ്നത്തിലെ മാറ്റൊലി പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മാറ്. നിവിനേട്ടനെ തള്ളി മാറ്റിയ ശിവേട്ടൻ മുട്ടുകാലിൽ നിന്ന് ജെസ്സിയുടെ നെഞ്ചിൽ 2 കൈകൾ കൊണ്ടും ശക്തമായി അമർത്തുന്നത് കണ്ടു. കുറച്ചുനേരം അങ്ങനെ ചെയ്തതിനു ശേഷം കൈകൾ കൊണ്ട് അവളുടെ മുഖം നേരെയാക്കിയിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു. എന്താ ചെയ്യാൻ പോണേ? ചിലമ്പിച്ച സ്വരത്തോടെ റോസ് ചോദിക്കുമ്പോ പിന്നിൽ നിന്നും ഒരു കൈ വന്ന് അവളുടെ തലയിൽ തലോടി. പേടിക്കാതെ മോളെ, അവൻ ജെസ്സിക്ക് CPR കൊടുക്കുകയാണ്, അവനതറിയാം. പിന്നിൽ നിന്നിരുന്ന രഘു ആശ്വസിപ്പിച്ചപ്പോ കാര്യം മനസ്സിലായില്ലെങ്കിലും റോസ് നോക്കിയിരുന്നു. സ്രാങ്ക് അപ്പോഴേക്കും ബോട്ട് തിരികെ കരയിലേക്ക് ഓടിക്കാൻ തുടങ്ങിയിരുന്നു. ശിവൻ ആ സമയം ജെസ്സിയുടെ വായിലൂടെ ശ്വാസം നൽകുന്നതും നെഞ്ചിൽ അമർത്തുന്നതും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നു. 3-4 പ്രാവശ്യം അത് ആവർത്തിച്ചപ്പോഴേക്കും ഒരു ചുമയോടെ ജെസ്സി കണ്ണുകൾ തുറന്നു. അവളുടെ വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം പുറത്തേക്കൊഴുകി. ചാടി എഴുന്നേറ്റ റോസ് അവളെ വട്ടം കെട്ടിപ്പിടിക്കാൻ തുനിഞ്ഞപ്പോ ഇടത്തെ കൈ ഉയർത്തി അവളെ തടഞ്ഞ ശിവൻ തന്റെ വലത്തെ കൈകൊണ്ട് ജെസ്സിയുടെ വയറിൽ മെല്ലെ ഒന്ന് അമർത്തി. അല്പം കൂടി വെള്ളം അവളുടെ വായിലൂടെ പുറത്തേക്കൊഴുകി. ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് കലങ്ങിച്ചു വന്ന കണ്ണുകളിലൂടെ ജെസ്സി ശിവനെ തുറച്ചു നോക്കി. അവളുടെ കവളിൽ 2-3 തട്ട് തട്ടിയിട്ട് എഴുന്നേറ്റ ശിവനന്ദൻ തന്റെ നനഞ്ഞ മുടി കൈകൊണ്ട് പിന്നിലേക്ക് കോതി ഒതുക്കി. മുന്നിലേക്ക് നിരങ്ങി നീങ്ങിയ റോസ് കരഞ്ഞുകൊണ്ട് ജെസ്സിയെ വട്ടം കെട്ടിപ്പിടിച്ച് അവളുടെ മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. അവളും തിരികെ റോസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മുഖത്തെ വെള്ളം കൈകൊണ്ട് തൂത്തു കളയുന്ന ശിവനെ അഭിനന്ദിക്കുകയായിരുന്നു ആ സമയം ബാക്കിയുള്ളവർ. ബോട്ട് കരയിലേക്ക് എത്തിയതും ഒരു കാറ് ജെസ്സിയെയും കൊണ്ട് നേരെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോയത്. മറ്റൊരു കാറ് അടുത്തു തന്നെയുള്ള അവരുടെ തുണിക്കടയിലേക്കും. ആശുപത്രി കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജെസ്സിയെ പരിശോധിക്കുമ്പോഴേക്കും അവൾക്കുള്ള വസ്ത്രങ്ങളുമായി ശിവനും രഘുവും മൃദുലയും അവിടേക്ക് എത്തിയിരുന്നു. സേതുവും വല്യമ്മയും കൂടി രമേശിനെ കിടത്തിയിരുന്ന മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ മുറിയിൽ രമേശനും ദേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോറും പായസവും നിറഞ്ഞ പാത്രങ്ങൾ അടങ്ങിയ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് കൗമുദി ദേവിയെ ചേർത്തു പിടിച്ച് 6 മാസം വളർച്ചയെത്തി അവളുടെ വയറിൽ തലോടി. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് മുന്നിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അവർ മനഃപൂർവ്വം മറന്നു കളഞ്ഞിരുന്നു. സേതുവിനെ നോക്കാനുള്ള പ്രയാസത്തോടെ രമേശൻ മുഖം തിരിച്ചു. വീട്ടിൽ നിന്നും ആരും വന്നില്ലേ മോളെ? അമ്മയുടെ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന് തലയാട്ടി. വിളർച്ച തോന്നിയ അവളുടെ കണ്ണുകൾ കൈകൊണ്ട് വിടർത്തി നോക്കിയിട്ട് കൗമുദി ചോദിച്ചു, നീ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? എന്ത് കഴിച്ചാലും ഛർദില്ല. അളന്നു മുറിച്ച ആ സംസാരം കാര്യമാക്കാതെ അവർ ബാഗിൽ നിന്നും പാത്രങ്ങൾ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. കുറച്ച് ചോറും കറികളും പായസവും ഒക്കെയാ, വിഷു അല്ലേ? അവർ രമേശന്റെ നേർക്ക് നോക്കി പറഞ്ഞു. നിനക്ക് തരാതെ എങ്ങനെയാടാ അമ്മയ്ക്ക് ഇറങ്ങുക? നിറഞ്ഞ കണ്ണുകൾ പുറത്തേക്കൊഴുകാൻ അനുവദിക്കാതെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ഡാ. കട്ടിലിൽ അവന്റെ അടുത്തേക്കിരുന്ന സേതു വിളിച്ചത് കേട്ട് അവൻ കണ്ണുകൾ തുറന്നു നോക്കി. എന്ത് പറ്റിയിടാ? പണ്ട് കിഴക്കേപ്പാടത്ത് വെച്ച് പന്ത് കളിക്കിടെ ഉണ്ടായ തലയിൽ 5-6 ഒറ്റക്ക് അടിച്ചിട്ടവനല്ലേ നീ? എന്നിട്ട് പോയി എന്നാ പറ്റി? വയസ്സായി പോയടാ. കളിയാക്കും വിധമുള്ള സേതുവിന്റെ ചോദ്യം കേട്ട് അവൻ മുഖം കുനിച്ചു. സേതു അവന്റെ താടിക്കിട്ടൊന്ന് തട്ടി. ഡാ, നിന്നോടാ ചോദിച്ചേ? ഒന്ന് പോടാ. അവൻ കെറുവോടെ സേതുവിനെ നോക്കി. അവന്മാര് ഇവിടത്തുകാരായിരുന്നില്ല. പള്ളിയുടെ അടുക്കെ കൂടി നിൽക്കുന്നത് കണ്ട് ചെന്ന് ചോദിച്ചതാ. പുറത്തു നിന്നുമുള്ള പണി അറിയാവുന്നവന്മാരായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. നിന്നെ റോസിനെയും കുറിച്ച് മതിലുകളിലൊക്കെ എഴുതിയിട്ടത് അവന്മാരാകാൻ സാധ്യതയുണ്ട്. സേതുവിന്റെ മുഖം മുറുകി.
അപ്പോഴേക്കും കൗമുദി ചോറും കറികളും 2 പാത്രങ്ങളിലാക്കി എടുത്തിരുന്നു. ദേവി കൊതിയോടെയാണ് ആ പാത്രം വാങ്ങിയത്. അമ്മ നീട്ടിയ പാത്രം വാങ്ങുമ്പോ രമേശന്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ ഭാര്യ വീട്ടുകാരെന്തേ വിളങ്ങിയോടാ? സേതുവിന്റെ ആ ചോദ്യത്തിൽ വായിലേക്ക് വെച്ച ചോറുകള വിഴുങ്ങാൻ മറന്നുകൊണ്ട് രമേശൻ അവനെ നോക്കി. നീ ചോറുണ്ട്, ആ പായസവും കഴിക്കും. നിങ്ങൾ ഇനി ആ വീട്ടിൽ താമസിക്കണ്ട. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നേരെ തറവാട്ടിലേക്ക് വന്നാൽ മതി. സേതുവിന്റെ അഭിപ്രായത്തിൽ മനസ്സിലുയർന്ന വിമിഷ്ടവും ആശങ്കയും മറച്ചുവെക്കാതെ ദേവി അമ്മയെ നോക്കി. അതെ മോളെ, കഴിഞ്ഞതെല്ലാം പോട്ടെ. ഈ സമയത്ത് ആരെങ്കിലും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് നിന്നാലേ ശരിയാവത്തില്ല. അതും കൂടാതെ 3 കല്യാണമാ തറവാട്ടിൽ വരാൻ പോകുന്നേ. നിങ്ങളും അവിടെ വേണമെന്നത് എല്ലാവരുടെയും തീരുമാനമാണ്. 3 കല്യാണോ? രമേശൻ കണ്ണു വിഴിച്ചു. അതേടാ, വൃശ്ചികയുടെയും കല്യാണം തീരുമാനിച്ചു. റോസിന്റെ അമ്മ വീട്ടുകാരനാ പയ്യൻ. നീ കേട്ട് കാണും, ടൗണിലെ ആ പുതുശ്ശേരി ടെക്സ്റ്റൈൽസ്. ഉവ്വ്. ആ, അത് നമ്മുടെ റോസിന്റെ അമ്മയുടെ വീട്ടുകാരാ. അവിടുത്തെ പയ്യനാ ചെക്കൻ. ആണോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് മറ്റാരുടെയും കുറ്റമൊന്നുമല്ലല്ലോ. സേതുവിന്റെ വാക്കുകളുടെ മൂർച്ചയിൽ രമേശന്റെ തല താഴ്ന്നു. പറ്റിപ്പോയടാ, നീ ക്ഷമിക്ക്. എന്നോട് ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം രമേശ? പുറപ്പെട്ടു പോയ വല്യച്ഛൻ തിരിച്ചെത്തിയാലേ ദൈവം നിന്നോട് പുറത്തെന്ന് കരുതാം. വായിലേക്ക് വെച്ച ഭക്ഷണം ഇറങ്ങാതെ രമേശൻ കണ്ണുനീർ വാർത്തു. അന്നത്തെ രാത്രി ജെസിക്ക് ഉറക്കം വരാത്ത രാത്രിയായിരുന്നു. ശിവനന്ദന്റെ ചുണ്ടുകളിൽ നിന്നും മുതിർന്ന ജീവവായുവാണ് തിരികെ കിട്ടിയ ജീവിതമെന്ന സത്യം അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. ബോധത്തിന്റെ താഴ്വരയിലേക്ക് ജീവൻ തിരികെ പിടിച്ചു കയറി വന്ന ആ സമയത്ത് തുറന്ന കണ്ണുകൾക്ക് മുന്നിൽ നിന്നും മെല്ലെ അകന്നുമാറിയ ശിവനന്ദന്റെ മുഖം കല്ലിൽ കൊത്തിവെച്ച കണക്കെ അവളുടെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു. ചഞ്ചലമായ മനസ്സ് ചിന്തകളുടെ അതിരുകൾ ഭേദിച്ച് മേയാൻ തുടങ്ങിയപ്പോ അസ്വസ്ഥതയോടെ അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പിടി തരാത്ത മനസ്സിനെ അടക്കി നിർത്താൻ പാടുപെട്ടുകൊണ്ട് അവൾ തൊട്ടടുത്ത കട്ടിലേക്ക് നോക്കി. റോസിന്റെ താളാത്മകമായ ശ്വസനത്തിന്റെ ശബ്ദം കേൾക്കാം. നാളെ രാവിലെ തിരികെ പോകാനുള്ളതാണ്. റോസേച്ചി ഇവിടെയുള്ളവരോട് പരിധി വിട്ട് അടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഒടുക്കം സ്വന്തം മോൾ അവളുടെ ഹൃദയം ഇവിടെയുള്ളവന് പണയം വെച്ചിട്ടാണ് തിരികെ വന്നതെന്ന് അമ്മച്ചി എങ്ങാനും അറിഞ്ഞ ചെരവ കടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു അവൾക്കേറെ വേവലാതി. ചിന്തകൾ ഒരു വിധത്തിലും ഉറങ്ങാൻ അനുവദിക്കില്ലെന്ന് മനസ്സിലായതും ആ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് അവൾ കിടക്കയിൽ നിന്നും ഇറങ്ങി മുറിയുടെ വാതിൽ തുറന്നു. നല്ല നിലാവുള്ളൊരു രാത്രിയായിരുന്നു അത്. വീടിനു ചുറ്റും നിൽക്കുന്ന മരങ്ങളുടെ നിഴലുകളും നിലാവെളിച്ചവും ഇഴചേർന്ന് വീണ് കിടക്കുന്ന ആ വരാന്തയിലെ മരത്തിന്റെ കൈവരകളിൽ ചാരുന്നതുകൊണ്ട് അവൾ വെളിയിലേക്ക് നോക്കി. ഗേറ്റിനടുത്തു നിന്നും ഇങ്ങ് വീട് വരെ നീണ്ടു കിടക്കുന്ന നടപ്പാതയുടെ ഇരുവശവും വെട്ടി നിർത്തിയിരിക്കുന്ന ബോഗൻവില്ലകൾ ആ നിലാവിൽ മനോഹരമായ കാഴ്ചയായിരുന്നു. അറിയാതെ അവളുടെ ചുണ്ടുകൾ ഒരു പാട്ടിന്റെ ഇരടികൾ മൂളി. വിരുന്നുകാർ പോകും മുൻപേ വിരഹഗാനമിങ്ങനെ പാടും, കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ, കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ. രാത്രി ഉറക്കത്തിലേക്ക് വീഴുന്നതിനിടയിൽ എപ്പോഴാണ് അടഞ്ഞു കിടന്നിരുന്ന ജനാലയിൽ ആരോ തട്ടുന്ന ശബ്ദം യാമി കേട്ടത്. ഭയന്നുപോയി അവൾ. അച്ഛനെയും അനിയനെയും ഉറക്കെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്തു നിന്നും മടക്കി പിടിച്ച വിളിയൊച്ച കേട്ടത്. ദേവുട്ടി, ഞാനാ. ഈശ്വര, പ്രവീണേട്ടൻ. ഒച്ച എടുക്കും മുന്നേ അങ്ങേർക്ക് വിളിക്കാൻ തോന്നിയതിൽ തേവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ജനാല തുറന്നു. ജനാല തുറന്നപ്പോ അഴികളിലേക്ക് ആ മുഖം ചേർന്ന് വന്നു. എന്താ പ്രവീണേട്ടാ? പുറമേ നിന്നും നോക്കിയാൽ ആർക്കും കാണാൻ സാധിക്കില്ലെന്നറിയാമായിരുന്നെങ്കിലും അവൾക്ക് പരിഭ്രാന്തിയായിരുന്നു. ഞാനേ വിഷുക്കൈ നീട്ടം തരാൻ. ഏ, അവൾ വാ പൊളിച്ചു. അത് കാലത്ത് കൊണ്ടുവന്നതല്ലേ? ഇതല്ല, വേറെയാ. വേറെയോ? ആന്നേ, കൈ നീട്ടിക്കേ. ജനലഴികളുടെ ഇടയിൽ കൂടി പുറത്തേക്ക് നീണ്ട ഉള്ളം കൈയിൽ പ്രവീൺ ചുണ്ടുകൾ അമർത്തി. ദേഹമാകെ കുളിർന്നത് പോലെ യാമി കൈ പിൻവലിച്ചു. നിഴൽ വെളിച്ചത്തിൽ തെളിഞ്ഞ തുടുത്ത കവിളിൽ അവൻ വിരൽ നീട്ടിത്തൊട്ടു. പോട്ടെ. അവൾ തലയാട്ടി. തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നുപോയവൻ മതിൽ ചാടിക്കടക്കുന്നത് കണ്ട് യാമി നെഞ്ചിൽ കൈവച്ചു. ഈശ്വര, ഈ ചെക്കൻ. ഉള്ളിൽ പറയവേ മതിലിനപ്പുറം നിന്നും അവന്റെ ബൈക്ക് സ്റ്റാർട്ടായ ശബ്ദം കേട്ടു. ആ ശബ്ദം ഇരുട്ടിന്റെ നിശബ്ദതയെ ഭേദിച്ച് അകന്നു പോയപ്പോ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞ ആ ഉള്ളം കൈ അറിയാതെ എന്നോണം അവളുടെ ചുണ്ടുകളോട് ചേർന്നു. തുടരൂ. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഴിയുന്നവർക്കൊക്കെ കഥയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.